നമ്മളിപ്പം മാടായി പാറയിലേക്കാണ് പോകുന്നത്. നമ്മൾ മാടായി ബോയ്സ് സ്കൂള്, ഇതിൻ്റെ പുറകിൽ മാടായി ഗേൾസ് സ്കൂള്. നമ്മൾ പഠിക്കുമ്പം ഇതൊന്നുമല്ല, ഓടിട്ട കുറേ സ്കൂളാണ്. അങ്ങനെ നമ്മൾ മാടായി പാറയിൽ മാടായി കോളേജിൻ്റെ ബോർഡാണ് ഇത് എന്ന് പറയും, കുറേ അങ്ങോട്ട്. അത് ശരിക്കും മഴയെല്ലാം പെയ്തൊരു സമയത്താണെങ്കിൽ നമ്മൾക്ക് നല്ല. ഇന്ന് നമ്മൾ പിള്ളേരൊന്നും കൂട്ടിയില്ല, ഞാനും മേരി മാത്രം ഇറങ്ങിയതാണ്. ഇപ്പം പാറ, ഇതാണ് പാറ, മൊത്തം പാറയാണ്. മാടായി പാറ എന്ന് തന്നെ കൊണ്ട് തന്നെ പറയുന്നത്. മൊത്തം നോക്കുകയാണെങ്കിൽ കണ്ട, എൻ്റെ കയ്യിൽ അധികം സൂമൊന്നുമില്ല. അത് ഓക്കെ, ഇതാണ് മാടായി കോളേജ്. നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല മാടായി. അങ്ങനെ സ്കൂൾ ഒരുപാട് മാറി, കോളേജ് അങ്ങനെ മാറിയിട്ടൊന്നുമില്ല. വ്യൂവും എല്ലുമാണിത്. അടിപൊളി സ്ഥലമാണ്. ഓ, തല കടന്നു. നമ്മളെ വണ്ടി എടുക്കാൻ വന്ന സമയത്ത് വണ്ടീൻ്റെ മുകളിൽ ഒരാൾ കയറി കിടന്നിട്ടുണ്ട്. നല്ല ഉറക്ക. പേടിയാന്ന് കയറി കിടന്നിന്. ഹായ്, ഒരു വ്ളോഗും കൂടിയാണ്. വ്ളോഗല്ല, നമ്മളെ കണ്ടിന്യൂ ചെയ്യണേ. നമ്മളിപ്പം മാടായി പാറയിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പം ഉള്ളത് മാടായിലാണ്. നമ്മളെ പുറകിൽ കാണുന്നതാണ് മാടായി സ്കൂള്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മാടായി കോളേജ്. ഇത് മാടായി ബോയ്സ് സ്കൂള്, ഇതിൻ്റെ പുറകിൽ മാടായി ഗേൾസ് സ്കൂള്. പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള സംഭവമുണ്ട്, കുറച്ച് പാരലൽ കോളേജുകൾ. ഓക്കെ, ഇവിടുന്ന് കാണൂല, പിന്നെ കാണിക്കാം. പിന്നെ അപ്പോൾ ഇവിടെ നിർത്തിയത് ഞാൻ പഠിച്ചൊരു സ്കൂളാണ് കേട്ടോ. ഞാൻ ഒരുപാട് സ്കൂളിൽ പഠിച്ചിന്. അപ്പോൾ അതിൽ 7 അല്ല 8, 9, 10th ഓൺലി 1 month അങ്ങനെ പഠിച്ചൊരു സ്കൂളാണിത്. അപ്പോൾ പോകുമ്പോൾ കണ്ടുകൊണ്ടൊന്ന് സൈഡാക്കിയതാണ്. ഇതിൻ്റെ പുറകിൽ പറ്റുമെങ്കിൽ എൻ്റെ ഓർമ്മകളൊക്കെ ഞാൻ പഠിച്ച സ്കൂളിൽ ഇതിൻ്റെ പുറകിലാണ്. അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. മാടായിപ്പാറ വഴി നമ്മൾ മാടായിപ്പാറ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. ഇതാണ് മാടായി സ്കൂള്. ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറയുമ്പോഴേ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ഓടിട്ടതെല്ലാം കാണുന്നില്ലേ, പഴയ അതാ സ്കൂള്. ഇതിപ്പം വേറെ ലെവൽ ഇവർ അടിപൊളി ആക്കിയതാ. ഇതിൻ്റെ പിന്നെ സെറ്റപ്പെല്ലാം മാറ്റി, ബിൽഡിങ്ങെല്ലാം പുതിയ ബിൽഡിങ്ങെല്ലാം വന്ന്. നമ്മൾ പഠിക്കുമ്പം ഇതൊന്നുമല്ല, ഓടിട്ട കുറേ സ്കൂളാണ്. അപ്പം ഇപ്പം മാറ്റം വന്നതാ. അങ്ങനെ നമ്മൾ മാടായി പാറയിൽ മാടായി കോളേജിൻ്റെ ബോർഡാണ് ഇത്. റിവേഴ്സായിട്ട് കാണുന്നില്ലേ. അപ്പോൾ ഇതാണ് മാടായി കോളേജ്. അതിൻ്റെ അങ്ങ് കാണുന്നതാണ് മാടായി കോളേജ്. നമ്മൾ ആ സൈഡിൽ കൂടെ വന്നിട്ടായില്ലേ. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തതായിരുന്നു. അവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അവർ പറഞ്ഞു ചേട്ടാ അങ്ങോട്ട് മാറ്റിയിട്ടോ, അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ചില്ല് പോകുന്നു, ഹാർഡ് ബോളുകൊണ്ടാണ് കളിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കോളേജിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഇത് മാടായി കോളേജിലേക്കുള്ള വഴിയാണ്. അങ്ങ് കാണുന്നതാണ് മാടായി കോളേജ്. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഇവിടെയുള്ളൊരു വ്യൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകണം. പാളയം ഗ്രൗണ്ട് എന്ന് പറയും, കുറേ അങ്ങോട്ട്. അത് ശരിക്കും മഴയെല്ലാം പെയ്തൊരു സമയത്താണെങ്കിൽ നമ്മൾക്ക് നല്ല ഗ്രീനറി ആയിരിക്കും, അടിപൊളി രസമാണ്. അങ്ങോട്ടേക്ക് ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങോട്ട് പോയിട്ട്. പിന്നെ അതുകൊണ്ട് നമ്മൾ അങ്ങത്തോളം നടക്കുന്നില്ല, കുറച്ച് നടക്കണം അങ്ങോട്ടേക്ക്, കുറച്ച് നടക്കാനുണ്ട്. നല്ല രസമാണ് അങ്ങോട്ട്. അങ്ങനെ 2-3 സ്പോട്ടുണ്ട് മാടായിപ്പാറയിൽ മെയിനായിട്ട്. ഇവിടെ നിന്നില്ല ഒരു വ്യൂ പറയുകയാണെങ്കിൽ അതിലേ വഴിയുണ്ട് അല്ലേ. ഇതിലേ പോവാം. ഓക്കെ, നമുക്കിതാ ഇതിൻ്റെ പുറകിലേ നമ്മളെ പഴയങ്ങാടി പുഴ, വളവട്ടണം പുഴേൻ്റെയും കണക്ഷൻ തന്നെയാണിത്. പിന്നെ ഇവിടുന്ന് ഒരു നല്ല വ്യൂ ഉണ്ട് താഴേക്ക് നോക്കുമ്പോൾ ഇല്ലേ. അതാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ. അതുകൊണ്ട് ഇത് മാടായിപ്പാറേൻ്റെ നമ്മൾ കയറിപാട് ലെഫ്റ്റിലേക്കുള്ളൊരു ചെറിയ കട്ടിങ്ങിലേക്ക് കൂടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതും മാടായിപ്പാറ തന്നെ. ആൾക്കാരൊക്കെ ഇതാ ഇരിക്കുന്നുണ്ട്, സൈഡിലെല്ലാം ഇരുന്നിട്ടുണ്ട്. അങ്ങ് ഇതിൽ കാണുമെന്നറിയില്ല. ഇന്ന് നമ്മൾ പിള്ളേരൊന്നും കൂട്ടിയില്ല, ഞാനും മേരി മാത്രം ഇറങ്ങിയതാണ്. ഞാൻ ക്യാമറ ഒന്ന് റിവേഴ്സ് ചെയ്യാം, അപ്പം കാണും പഴയങ്ങാടി താഴേക്കൂടെ വണ്ടി പോകുന്നതും പുഴയിലുമായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഇത് കണ്ടോ, ഈ സൈഡിൽ നിന്നുള്ള വ്യൂ. ഇതിപ്പം വേനൽക്കാലം സമ്മർ ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത്. മഴക്കാലത്ത് ഫുള്ള് പച്ചപ്പായിരിക്കും ഇവിടെ.
ഇപ്പം പാറ, ഇതാണ് പാറ, മൊത്തം പാറയാണ്, മാടായി പാറ എന്ന് തന്നെ കൊണ്ട് തന്നെ പറയുന്നത്, മൊത്തം പാറ. ഇവിടെ കണ്ടോ, ഇതാണ് പുഴ. ഈ സൈഡിലേ നമ്മൾ അങ്ങത്തോളം നടന്നാൽ പല വ്യൂ, നമുക്ക് അടിപൊളി വ്യൂ, അപ്പുറത്ത് ട്രെയിൻ പോകുന്നതും റെയിൽ നമ്മളെ പഴയങ്ങാടി പാലവും എല്ലാം കാണാം നമുക്ക്. ഇവിടുന്ന് ഇപ്പം നോക്കുകയാണെങ്കിൽ കണ്ട, എൻ്റെ കയ്യിൽ അധികം സൂമൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ ഫുള്ളായിട്ട് കാണത്തില്ല, എന്നാലും നല്ലൊരു വ്യൂ ആണ്. ഇതിൻ്റെ താഴെ ബോട്ട് ജെട്ടിയാണത്. ഇതിൽ ബോട്ട് സർവീസ് ഉണ്ട്. നമ്മൾ പറശ്ശിനിക്കടവിലേക്കെല്ലാം ബോട്ട് പോകുന്നില്ലേ, അത് ഇതിലേ കൂടി തന്നെയാണ് പോകുന്നത്. ഇത് ബസ് പോകുന്നതാണ്ട, ഇത് പഴയങ്ങാടിയേക്ക് പോകുന്ന ബസ്സാണ്. ആ റോഡ്, ബസ്, ലോറി, ഓക്കെ, വാട്ട് എവർ, ഇറ്റ്സ് എ വെഹിക്കിൾ. റോഡ് അതാണ്, ഞാൻ റോഡ് കാണിക്കുക അതേ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാ ഈ ബ്യൂട്ടിയാണ്. കുറച്ച് ശരിക്കും നമ്മൾ അങ്ങോട്ട് നടക്കുകയാണെങ്കിൽ കുറേ അങ്ങോട്ടേക്കും ഇതേപോലെ അടിപൊളി ബ്യൂട്ടി ഉണ്ട്. ഒന്നും കൂടി സൂം ചെയ്ത് നോക്കാമല്ലോ നമുക്ക്. ഇതാ അവിടെ ഒരു ബോട്ട് കെട്ടിയൊന്നല്ല, ബോട്ട് കെട്ടിയാന്ന് തോന്നുന്നു. ഇതിൽ ഇറങ്ങിയിട്ട് പോകും, ആൾക്കാർ കയറി വരുന്നുണ്ടല്ലോ അതിലേക്കൂടെ. അപ്പോൾ ഇതാണ് ഒരു സ്പോട്ട്, ഒരു വ്യൂ പോയിൻ്റ് മാടായി പാർക്കിൽ, കോളേജിൻ്റെ അടുത്ത്, മാടായി കോളേജിൻ്റെ അടുത്തുള്ള വ്യൂ പോയിൻ്റ് ആയത്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കാം, വേഗം ഇരുടാവുന്നതിന് മുമ്പ് മാടായി പാറയും അങ്ങോട്ടൊക്കെ നമുക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാൻ തോന്നുന്നു. നമ്മളെ ഒന്ന് അവിടം വരെ പോയി നോക്കാമെന്ന് വെച്ചിട്ടേ നമ്മൾ അങ്ങോട്ടേക്കൊന്ന് നടക്കുക. അപ്പോൾ നമ്മളെ കോളേജ് ഉണ്ടാ, ഓക്കെ, ഇതാണ് മാടായി കോളേജ്. നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല മാടായി കോളേജ്, നമ്മൾ കോളേജിലൊന്നും പോയിട്ടില്ല. പിന്നെ കോളേജിന് വലിയ മാറ്റമൊന്നുമില്ല, അധികം മാറ്റമൊന്നും കാണുന്നില്ല. പക്ഷേങ്കിൽ നമ്മളെ സ്കൂളുണ്ടല്ലോ, ഗേൾസ് സ്കൂളും ബോയ്സ് സ്കൂളും, നമ്മളെ ഒന്ന് കയറാനൊന്ന് ഞാൻ ശ്രമിച്ചു ബാക്കിലേക്കൂടെ പോയിട്ട്. പക്ഷേങ്കിൽ അവിടെ ഫുള്ള് മാറി, ഒറ്റ ബിൽഡിങ്ങെല്ലാം ഉള്ളത് 4 സൈഡും മൊത്തം ബിൽഡിങ്ങായി മാറി. നമ്മൾ പണ്ടത്തെ ആ സ്റ്റൈലേ മാറി. പണ്ട് എന്നെല്ലാം പറഞ്ഞാൽ ബോയ്സ് സ്കൂളും ഗേൾസ് സ്കൂളും അപ്പുറം ഇപ്പുറമാണ്. അതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു, അടിപൊളിയായിരുന്നു മാടായി സ്കൂള്. പിന്നെ സമരം, ഇഷ്ടംപോലെ സമരങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്കൂളാണ്. ഇപ്പം സമരങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ആ പുറകിൽ പുഴ കാണുന്നുണ്ട്, അതിൽ ചെറുങ്ങനെ കാണുന്നില്ല, അതാണ് പുഴ. നല്ല വ്യൂ ആട്ടാ, ക്യാമറയിൽ കാണുന്ന പോലെയൊന്നുമല്ല, നേരിട്ട് കാണുമ്പോൾ വ്യൂ ആണ് ശരിക്കും അടിപൊളി. ആരുമില്ല ഇവിടെ, അങ്ങോട്ടൊന്നും ആരുമില്ല. നമുക്ക് ഇവിടുന്ന് അങ്ങനെ സ്കൂൾ ഒരുപാട് മാറി, കോളേജ് അങ്ങനെ മാറിയിട്ടൊന്നുമില്ല. നമുക്ക് ഇവിടുന്നേ പിന്നെ ഒരു പുഴയുടെ വ്യൂ ഒന്നും കൂടി നോക്കാം. എന്തൊക്കെ പരന്ന് കിടക്കുകയാണ് നമ്മളെ പുഴയിൽ തോണികളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം, സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട ദൂരത്തെ അടിപൊളിയല്ലേ, നൈസ് വ്യൂ. കണ്ട അടിപൊളി വ്യൂ അല്ലേ. യെസ്, അപ്പുറത്ത് കണ്ട തന്നെ കുറച്ചിങ്ങോട്ട് മാറുമ്പം വ്യൂ ഒന്ന് മാറി, അത്രയേ ഉള്ളൂ. ഇതാ നല്ല പരന്ന് കിടക്കുന്ന നമ്മളെ വളവട്ടണം പുഴേൻ്റെ കണക്ഷൻ തന്നെയാണിത്. നമ്മൾ സാധാരണ ഞാൻ അങ്ങോട്ട് നടന്നില്ല, പകുതി വരെ പോയിട്ട് നമ്മൾ തിരിക്കുക. അങ്ങോട്ട് അധികം ആരും കാണുന്നില്ല. നല്ല വ്യൂ ആയിരുന്നു അങ്ങോട്ട് പോയാൽ. കുറച്ച് നമ്മളെ ട്രെയിനിലൊക്കെ പോകുന്നതാണെങ്കിൽ അതിൻ്റെ ഫുൾ ട്രാക്ക് നമുക്ക് കാണും. പുതിയ പഴയങ്ങാടി പാലത്തിൻ്റെ പുതിയ ഫ്ലൈ ഓവർ, അതൊക്കെ അടിപൊളിയായിട്ട് ഇപ്പം കാണുന്നുണ്ട്. പിന്നെ ഈ സ്ഥലത്ത് നമ്മൾ ഞാൻ ബോയ്സ് സ്കൂളിൽ പഠിച്ചെന്ന് പറഞ്ഞില്ലേ, അവിടുന്ന് നമ്മൾ ഫ്രൈഡേ നമ്മൾക്ക് ലേറ്റായിട്ടാണല്ലോ, മീൻസ് ബ്രേക്ക് കൂടുതലാണ്, നമ്മളെ ലഞ്ച് ബ്രേക്ക് കൂടുതലാണ് ഫ്രൈഡേ. അപ്പോൾ അന്ന് നമ്മൾ വേഗം ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും പിള്ളേരെല്ലാം കൂടി ഇവിടെ വന്ന് ഇവിടുന്ന് അടിപൊളി ഇടയിലും വന്ന് കുറേ നേരം ഇരുന്ന് ഇതെല്ലാം കണ്ട് പാളയം ഗ്രൗണ്ടിലെല്ലാം കുറേ ഇരുന്നിട്ടെല്ലാം ആണ് പോവുക. അങ്ങനെയുള്ള കുറേ ഓർമ്മകളുണ്ട് ഈ സ്ഥലത്തിന്. പിന്നെ നമ്മൾ വെക്കേഷനെല്ലാം വന്ന സമയത്ത് കസിൻസെല്ലാം കൂടിയിട്ടുള്ള അങ്ങനെ എല്ലാവരും കൂടി വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ്. പിന്നെ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ സീസണിലും നമുക്ക് ഓരോ വൈബാണ്. ഇപ്പം മൊത്തം ഉണങ്ങിക്കരിഞ്ഞ പാറയാണ്, എന്നാലും എല്ലായിടത്തും പാറ തന്നെ കാണുന്നില്ല. നടക്കുന്നിടത്തൊക്കെ പാറ, എല്ലായിടത്തും പാറ തന്നെ. ഇനി അപ്പുറമാണ് ശരിക്കും മാടായിപ്പാറയെ. ഈ മാടായിപ്പാറയിൽ നമ്മൾ എത്തിയില്ല, അപ്പുറത്തെ മാടായിപ്പാറ. അവിടെ ഇതിപ്പോൾ നമ്മളിപ്പോൾ കോളേജിൻ്റെ അടുത്ത് കണ്ടില്ലേ, കോളേജ്. പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ, നമ്മൾ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ ആ പുഴയിലെ വ്യൂ, അതാണ് ഇവിടെയുള്ള ഒരു രസം. അതുകൊണ്ട് അപ്പുറത്ത് മാടായി പാറയിലെ കൂടിയില്ലേ, ആ പാറേൻ്റെ നടുക്കേ കൂടിയില്ലേ റോഡ്,
അതൊക്കെ ഒരു വെറൈറ്റിയാണ്. നമ്മൾ വേറെ എവിടെയും അങ്ങനെ അധികം കാണാൻ കിട്ടാത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് അതെല്ലാവർക്കും ഒരു എന്താ പറയുക, ആദ്യമായിട്ടൊക്കെ വരുന്നവർക്കൊക്കെ അടിപൊളി ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് അത്. ഇപ്പോൾ അവിടത്തേക്കാണ് നമ്മളിപ്പം പോകുന്നത്. അപ്പം അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതായാലും ഇത് കോളേജിൻ്റെ സൈഡിലെ പുഴ വ്യൂവും എല്ലുമാണിത്. അടിപൊളി സ്ഥലമാണ്. ഓ, തല കറങ്ങുന്നു. ഓക്കെ, നമുക്കിനി ആക്ച്വൽ മാടായി പാറേൻ്റെ വേറൊരു ഭാഗത്തേക്ക് പോവാം. വടുകുന്ന അമ്പലം അങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഓക്കെ, നമ്മളെ വണ്ടി എടുക്കാൻ വന്ന സമയത്ത് വണ്ടീൻ്റെ മുകളിൽ ഒരാൾ കയറി കിടന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. നല്ല ഉറക്ക. പേടിയാണ് കയറി കിടന്നിന്. നമുക്ക് പോണ്ടേ? വണ്ടീൻ്റെ മുകളിൽ നല്ല ചൂടുണ്ടായിരുന്നു. ഉറങ്ങേ സുഖമായി കയറി കിടന്നിനല്ലോ മുകളിൽ. എനിക്ക് തണുക്കുന്നുണ്ടോ? ചൂടിന് വേണ്ടിയിട്ടിരുന്നാ? അതെയാ? ഉറക്കം വരുന്നുണ്ടോ? എടാ, പോണ്ട പരിപാടിയൊന്നുമില്ല. നമ്മളിപ്പം വണ്ടി എടുത്തിട്ട് പോകും. വിട്ടോ വണ്ടി വിട്ടോ. എന്താ ഒരു പോവാൻ മടി? കുറച്ചു നേരം കൂടി കിടക്കണോ? നമ്മൾ വണ്ടി എടുത്ത് പോകണമെന്ന്. വേണ്ട, നീ മോശമില്ലല്ലോ. വരുന്ന വണ്ടി ഉള്ളിൽ കയറിക്കോ. ഉള്ളിൽ കയറിക്കോ. ഓക്കെ, ചങ്ങായി പോയി. അടിപൊളി അല്ലേ?